ഹായ് ഫ്രണ്ട്സ്, +2 കെമിസ്ട്രിയിലെ ദ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലെ ആദ്യത്തെ പാർട്ടായിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും കമ്പാരിസനാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതുപോലെ ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ അവർ ഷാർപ്പ് ക്ലീവേജിന് വിധേയമാകുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ അമോർഫസ് സോളിഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ തന്നെ വ്യത്യസ്ത ടൈപ്സ് ഓഫ് സോളിഡ്സിനെ കുറിച്ചാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ചും യൂണിറ്റ് സെല്ലിനെ കുറിച്ചുമൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പ്രധാനമായും 4 ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണുള്ളത്: അയണിക് സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സ്, കോവലൻ സോളിഡ്സ്, അതുപോലെ മെറ്റാലിക് സോളിഡ്സ്. ഈ 4 ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂണിറ്റ് സെല്ലിനെ കുറിച്ചും 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലിനെ കുറിച്ചും നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിലെ മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചും, അതുപോലെ അവസാനമായിട്ട് നമ്മൾ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത്തും അതുപോലെ തന്നെ റേഡിയസും തമ്മിലുള്ള പാർട്ടിക്കിളിൻ്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻഷിപ്പുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അതായത് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ് എന്നിങ്ങനെ സോളിഡ്സ് 2 ടൈപ്പാണെന്ന് കണ്ടു. ഇതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് തന്നെ അവയുടെ പാർട്ടിക്കിൾസ്, അവയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഏത് ടൈപ്പാണ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഏത് ടൈപ്പാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4 ടൈപ്പായിട്ട് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് അയണിക് സോളിഡ്സ് ആണ്. അയണിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളത് അയേൺസ് ആണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയേൺസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ആയതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനുള്ള അയണിക് സോളിഡ്സ് ആണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തേത് മോളിക്കുലാർ സോളിഡ്സ് ആണ്. അവിടെ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാണ്ടർവാൾസ് ഫോഴ്സ് ആയിരിക്കും അവിടെ. കാരണം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ പൊതുവെ വാണ്ടർവാൾസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വാണ്ടർവാൾസ് ഫോഴ്സ് ആയിരിക്കും ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കോവലൻ്റ് സോളിഡ്സ് ആണ്. അതായത് കോവലൻ്റ് ബോണ്ടിങ് വഴി ആറ്റംസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തിയിട്ട് അത്തരം സോളിഡ്സിനെയാണ് നമ്മൾ കോവലൻ്റ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഡയമണ്ട് അതിന് എക്സാമ്പിളാണ്. ഇനി മെറ്റാലിക് സോളിഡ്സും ഉണ്ട്. അതായത് മെറ്റൽ ആറ്റംസ് ഫോം ചെയ്യുന്ന സോളിഡ്സ് ആണ് പ്രധാനമായിട്ടും മെറ്റാലിക് സോളിഡ്സ്. അവിടെ മെറ്റൽ അയേൺസും അതുപോലെ ഇലക്ട്രോൺസിൻ്റെ ക്ലൗഡുമാണ് ഉണ്ടാവുക. ഇങ്ങനെ 4 ടൈപ്പായിട്ട് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് അയണിക് സോളിഡ്സ്. അയണിക് സോളിഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് അയണിക് സോളിഡ്സിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയേൺസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. അതുകൊണ്ട് തന്നെ അയണിക് ബോൺസ് ആയിരിക്കും അവിടെ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയേൺസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും. അതിനാണ് നമ്മൾ അയണിക് ബോണ്ട് എന്ന് പറയും. ഇനി ഈ അയണിക് ബോൺസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ഹാർഡ് ആൻഡ് ബ്രിറ്റിലാണ്. അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ആണ് ഇവർക്കുള്ളത്. ഹൈ ഹീറ്റ്സ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ഹീറ്റ്സ് ഓഫ് ഫ്യൂഷനൊക്കെ ഉള്ളത് ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ്. പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയത് നമുക്കറിയാം. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് വഴി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് അവരുടെ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രോൺസ് എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് കുറവാണ്. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കണ്ടക്ടിവിറ്റി കുറവാണ് എന്ന് പറയാം. സോളിഡ് സ്റ്റേറ്റിൽ, മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവരുടെ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. എക്സാമ്പിളാണ് NaCl അല്ലേ? നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു എക്സാമ്പിളാണ് അയണിക് സോളിഡിന് NaCl, അതുപോലെ PbS. അപ്പോൾ NaCl Na+ അയൺസും അതുപോലെ Cl- അയൺസുമാണുള്ളത്. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പ് അയണിക് സോളിഡ്സ്. ഇനി രണ്ടാമത്തേത് മോളിക്കുലാർ സോളിഡ്സ് ആണ്. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പം അവിടെയുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് പോളാർ മോളിക്യൂൾസ് ആവാം, നോൺ പോളാർ മോളിക്യൂൾസ് ആവാം. അതുപോലെ തന്നെ ചില കേസിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം. ഇപ്പോൾ H2O ഒക്കെ കേസിലാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ആറ്റംസും ഓക്സിജൻ ആറ്റംസും തമ്മിൽ വ്യത്യസ്ത മോളിക്യൂൾസിലെ ഹൈഡ്രജൻ ആറ്റംസും ഓക്സിജൻ ആറ്റംസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഡൈപോൾ ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട്സ് ആവാം. ഡൈപോൾ എന്ന് പറയുമ്പം പോളാർ മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയാം. ഡൈപോൾ തന്നെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്, ഇങ്ങനെ വ്യത്യസ്ത തരം ഡൈപോൾ ഫോഴ്സ് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ നമുക്ക് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് ആണെന്ന് പറയാം. അതുപോലെ പ്രത്യേക കേസിൽ ഇപ്പം ഫ്ലൂറിനും ഓക്സിജനും നൈട്രജനൊക്കെ ഉള്ള മോളിക്യൂൾസ് ആണെങ്കിൽ അവർ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. അപ്പോൾ അത്തരം മോളിക്യൂൾസ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട്സ് ആയിരിക്കും അവിടെയുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ഇൻട്രാക്ഷൻ ആവാം. ഇതാണ് മോളിക്കുലാർ സോളിഡ്സ്. ഇനി അവരുടെ പ്രോപ്പർട്ടീസ് ലോ ടു മോഡറേറ്റ്ലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ആണ് അല്ലേ. ഒരു റേഞ്ച് ആണുള്ളത്. ലോ ടു മോഡറേറ്റ്ലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ്, പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. അവിടെയും ഫ്രീ ഇലക്ട്രോൺസ് കുറവാണ്. ഫ്രീ ഇലക്ട്രോൺസ് കുറവായതുകൊണ്ട് തന്നെ അവരുടെ തെർമൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഒക്കെ കുറവാണ്. ഇനി എക്സാമ്പിൾസ് ആണ് ഐസ്, അതുപോലെ ഡ്രൈ ഐസ് അല്ലേ. ഐസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം H2O ആണ്. ഡ്രൈ ഐസ് എന്ന് പറയുമ്പം സോളിഡ് CO2-നെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയാം. ഓക്കെ, ഇവ രണ്ടുപേരും എന്താണ്, മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ അയണിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അയേൺസ് ആണ് അവിടെയുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ അവരുടെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അതുപോലെ ഹൈ ഹീറ്റ്സ് ഓഫ് ഫ്യൂഷൻ ആണ്. അതുപോലെ തന്നെ പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. കാരണം ഇലക്ട്രോൺസ് കുറവാണ്, ഫ്രീ ഇലക്ട്രോൺസ് കുറവാണ്. അതുപോലെ തന്നെ മോളിക്കുലാർ സോളിഡ്സും എന്താണ്, പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. പക്ഷെ അവിടെയുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, പിന്നെ എന്താണ്, മോളിക്യൂൾസ് തമ്മിലുള്ള ഒന്നുകിൽ ഹൈഡ്രജൻ ബോണ്ട്, അല്ലെങ്കിൽ ഡൈപോൾ ഫോഴ്സ്, അല്ലെങ്കിൽ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ്. ഇത്തരം ഫോഴ്സ് ആണ് അവിടെ ഉള്ളത്. ഇതാണ് അയണിക് സോളിഡ്സും അതുപോലെ മോളിക്കുലാർ സോളിഡ്സും. ഇനി അടുത്തത് കോവലന്റ് സോളിഡ്സ് ആണ്. കോവലന്റ് സോളിഡ്സ് എന്ന് പറയുമ്പം അവിടെ ആറ്റംസ് ആണ് എന്ത്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അയണിക് സോളിഡ്സിൽ അയേൺസ് ആണ്, മോളിക്കുലാർ സോളിഡ്സിൽ മോളിക്യൂൾസ് ആണ്. കോവലന്റ് സോളിഡ്സിൽ ആരാണ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ആറ്റംസ് ദാറ്റ് ആർ കണക്റ്റഡ് ഇൻ കോവലന്റ് ബോണ്ട് നെറ്റ്വർക്ക്. ഒരുപാട് കോവലന്റ് ബോണ്ടിന്റെ നെറ്റ്വർക്ക് ഫോം ചെയ്യാണ് ഇവർ ചെയ്യുക. അപ്പോൾ അവിടെ കോവലന്റ് ബോണ്ടാണ് എന്തെന്ന് പറയുന്നത്, ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ പ്രോപ്പർട്ടീസ്, കോവലന്റ് ബോണ്ട് സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ വെരി ഹാർഡ്, വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ്, പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ഇവരും എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഒക്കെ കുറവാണ്. കാരണം ഫ്രീ ഇലക്ട്രോൺസ് കുറവാണ്. എക്സാമ്പിളാണ് ഡയമണ്ടും അതുപോലെ ക്വാർട്സും ഒക്കെ. ഡയമണ്ടിൻ്റെ കേസിൽ കോവലന്റ് ബോണ്ട് ഉപയോഗിച്ചിട്ട് അവർ കാർബൺ ആറ്റംസ് തമ്മിലുള്ള കോവലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് അവരൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് കോവലന്റ് സോളിഡ്സ്. ഇനി നാലാമത്തത് മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സിൻ്റെ കേസിൽ കാറ്റയോൺസ്, അതായത് അയേൺസും പോസിറ്റീവ് അയേൺസും ഇലക്ട്രോൺസുമാണുള്ളത്. ഫ്രീ ഇലക്ട്രോൺസ് ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളം ഉള്ളതുകൊണ്ട് അവർ ഗുഡ് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും അല്ലേ. എക്സലൻറ്റ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ഇനി മെറ്റാലിക് സോളിഡ്സ് സോഫ്റ്റ് ടു വെരി ഹാർഡ്, അതായത് ഇപ്പം ആൽക്കലി മെറ്റൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സോഫ്റ്റ് ആണ്. അതുപോലെ നമുക്കറിയാം മെറ്റൽ ആറ്റംസ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ ഡി ബ്ലോക്കിലൊക്കെ ഉള്ള കോപ്പർ, അതുപോലെ സിൽവർ, ഇത്തരം ആറ്റംസ് ഒക്കെയാണ്. ഇത്തരം മെറ്റൽസ് ആണെങ്കിൽ അവർ ഹാർഡാണ്. അതുപോലെ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിലാണെങ്കിൽ അവർ സോഫ്റ്റ് ആണ് അല്ലേ. ലോ ടു വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ്, എക്സലൻറ്റ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ഇവർ തമ്മിലുള്ള ബോണ്ട് മെറ്റാലിക് ബോണ്ട് എന്നാണ് പറയുക. മെറ്റാലിക് ബോണ്ട് ആണ് ഇവരുടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓൾ മെറ്റാലിക് എലമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ കോപ്പർ, അയണ്, സിങ്ക്, ഇതെല്ലാം എന്താണ്, മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ 4 ടൈപ്പ് ഓഫ്
ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണുള്ളത്. അയണിക് സോളിഡ്സ് ഉണ്ട്, മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോവലൻ സോളിഡ്സും ഉണ്ട്, മെറ്റാലിക് സോളിഡ്സും ഉണ്ട്. ഇതിൽ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആരാണ്? മെറ്റാലിക് സോളിഡ്സ് ആണ്. നമുക്കറിയാം മെറ്റൽസ് നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലേ, മെറ്റൽസിൻ്റെ കേസിൽ മെറ്റൽസ് എന്താണ്? എക്സലൻറ്റ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഇനി അപ്പോൾ ഇത്രയുമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി മുമ്പ് ചോദിച്ചിട്ടുള്ള ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും അതുപോലെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ടൈപ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തത്, ഗ്ലാസ് ഈസ് എ ലിക്വിഡ്, സോളിഡ്, സൂപ്പർ കൂൾഡ് ലിക്വിഡ്, ട്രാൻസ്പാരൻറ്റ്, ഓർഗാനിക് പോളിമർ. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റിൽ. ഗ്ലാസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ അമോർഫസ് സോളിഡ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അവരെന്താണ്? സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണ്. അത് തന്നെ പർട്ടിക്കുലർലി അല്ലെങ്കിൽ സ്പെസിഫിക്കലി നമ്മൾ ഗ്ലാസ്സിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ ഒരുപാട് കാലം ഒരേ രീതിയിൽ നമ്മൾ ജനാലിൻ്റെ ഒക്കെ വിൻഡോൻ്റെ ഒക്കെ ഗ്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിഭാഗം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു നല്ല കട്ടി കൂടുതലായിട്ടും മുകൾ ഭാഗം കട്ടി കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും അവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലോ നടക്കുന്നുണ്ട്, മാറ്ററിൻ്റെ ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ് എന്നുള്ള ഒരു ഫാക്റ്റ് വ്യക്തമാക്കി തരുന്ന ഒരു ഫിനോമിനാണ്. എന്തായാലും എന്താണ്? സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി മോസ്റ്റ് ക്രിസ്റ്റൽ ഷോ ഗുഡ് ക്ലീവേജ് ബിക്കോസ് ദർ ആറ്റംസ്, അയൺ ഓർ മോളിക്യൂൾസ് ആർ വീക്ക്ലി ബോണ്ടഡ്, സ്ട്രോങ്ലി ബോണ്ടഡ്, സ്ഫെറിക്കലി സിമെട്രിക്കൽ, അറേഞ്ച്ഡ് ഇൻ പ്ലെയിൻസ്. ക്രിസ്റ്റൽസ് ഗുഡ് ക്ലീവേജ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? പ്ലെയിൻസിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അല്ലേ. അതായത് ഇവർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് പ്ലെയിൻസിലാണ് അറേഞ്ച് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലെയിൻസിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ക്ലീവേജ് നടത്തുന്നതെങ്കിൽ ഷാർപ്പായിട്ടുള്ളൊരു ക്ലീവേജ്. നമ്മൾ ക്ലീവേജ് നടത്തുമ്പോൾ അത് പ്ലെയിൻസിൻ്റെ ഇടയിലൂടെയാണ് സാധാരണ ക്ലീവേജ് നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാർപ്പായിട്ടുള്ള എന്ത് കിട്ടും? ഒരു പ്ലെയിന് കിട്ടും, അല്ലെങ്കിൽ ഒരു എഡ്ജ് കിട്ടും അല്ലേ. അപ്പോൾ പ്ലെയിനിൽ അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഷാർപ്പായിട്ട് ഇവരെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതും APMTയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കാറ്റയോൺ ആൻഡ് ആനയോൺ കമ്പൈൻസ് ഇൻ എ ക്രിസ്റ്റൽ ടു ഫോം ഫോളോയിങ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്. ഒരു ക്രിസ്റ്റലിൽ കാറ്റയോണും ആനയോണും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് കോമ്പൗണ്ടാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമുക്ക് 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണുള്ളത്. അതിൽ മോളിക്കുലാറും കോവലൻറ്റും മെറ്റാലിക്കും അയണിക്കും ആണുള്ളത് അല്ലേ. ഈ 4 നമ്മൾ നോക്കുമ്പം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ഉള്ളത്, കാറ്റയോണും ആനയോണും ഉള്ളത് എവിടെയാണ്? അയണിക് കോമ്പൗണ്ടിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ചും അതുപോലെ യൂണിറ്റ് സെൽസിനെ കുറിച്ചുമാണ് പരിചയപ്പെടേണ്ടത്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? 3 dimensional arrangement of constant particles in a crystal in which each particle is depicted as a point is called crystal lattice. അതായത് നമ്മളൊരു ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ, ഒരു ക്രിസ്റ്റലിൻ്റെ 3D സ്ട്രക്ചറിനാണ് നമ്മൾ സിമ്പിളായിട്ട് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ ഓരോ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ആറ്റംസിനെ അല്ലെങ്കിൽ അയൺസിനൊക്കെ എന്ത് ചെയ്യുന്നത്? ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 3 dimensional അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രിസ്റ്റൽസ് ആണ്. അതിൽ നമ്മൾ ഓരോ ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ഓരോ പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓരോ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത് ഓരോ പോയിന്റ്സ് ആണ്. ആ ലാറ്റിസ് സൈറ്റിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയൺസിനാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദർ ആർ ഓൺലി 14 പോസിബിൾ 3 dimensional ലാറ്റിസസ്. ദീസ് ആർ കാൾഡ് ബ്രവൈസ് ലാറ്റിസസ്. അപ്പം 14 വ്യത്യസ്ത തരം ക്രിസ്റ്റൽ ലാറ്റിസസ് ആണുള്ളത്. ഇവരെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ 14 വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ 3 dimensional അറേഞ്ച്മെൻറ്റിനെയാണ് അല്ലേ. 3 dimensional അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ, അതിനാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസസ്. ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കാൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ഇപ്പോൾ നമ്മൾ എന്താണ്, ഇതൊക്കെ ഓരോ പാർട്ടിക്കിൾസ് ആണ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യാണ്? ലൈന് ഉപയോഗിച്ചിട്ട് ജോയിൻ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ഇങ്ങനെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള
സ്ട്രക്ചേഴ്സാണ് നമുക്ക് എവിടെ കിട്ടുക, ക്രിസ്റ്റൽ ലാറ്റിസിൽ കിട്ടുക അല്ലേ. ഇത് എല്ലാ ഭാഗത്തേക്കും അറേഞ്ച് ചെയ്താൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പം ഇങ്ങനെ ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടാവും. ഈ യൂണിറ്റിന് ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ യൂണിറ്റ്സ് എന്താണ്, റിപ്പീറ്റ് ചെയ്യുക. എല്ലാ ഡയറക്ഷനിലേക്കും ഇതന്നെ റിപ്പീറ്റ് ചെയ്താൽ, ഈ യൂണിറ്റ് സെയിം യൂണിറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ആ മൊത്തം സ്ട്രക്ചറിനാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. ഈ യൂണിറ്റിനാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയാം. ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കാൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. ഈ പോയിന്റ്സിനാണ് നമ്മൾ ലാറ്റിസ് സൈറ്റ്സ് എന്ന് പറയാം. ലാറ്റിസ് സൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എന്നൊക്കെ പറയാം. ഈ ലാറ്റിസ് പോയിന്റിലുള്ളത് ആരായിരിക്കും, ആറ്റംസ് അല്ലെങ്കിൽ അയൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ ആയിരിക്കും അല്ലേ. അതായത് ഈ ലാറ്റിസ്, ക്രിസ്റ്റൽ ലാറ്റിസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഈ ലാറ്റിസ് സൈറ്റിൽ ഉണ്ടാവുക. ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെന്റ്സ് വൺ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വിച്ച് മേ ബി ആൻ ആറ്റം, മോളിക്യൂൾ ഓർ അയൺ. ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രേറ്റ് ലൈൻസ് ടു ബ്രിങ് ഔട്ട് ദി ജോമെട്രി ഓഫ് ദി ലാറ്റിസ്. അങ്ങനെ ഈ ലാറ്റിസ് പോയിന്റിലുള്ള ആറ്റംസിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ നമ്മൾ ലൈൻസ് വഴി ജോയിൻറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. ലാറ്റിസ് സൈറ്റിൻ്റെ, ലാറ്റിസ് സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ എന്ത് കിട്ടും, ജോമെട്രി കിട്ടും. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് യൂണിറ്റ് സെൽ അല്ലേ. യൂണിറ്റ് സെൽ ഇസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ജനറേറ്റ് ദി എൻറ്റയർ ലാറ്റിസ്. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലെങ്കിൽ യൂണിറ്റ് ആണ്. അത് നമ്മൾ എല്ലാ ഡയറക്ഷനിലും റിപ്പീറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുക. ഇനി യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടേഴ്സ്. ഡയമെൻഷൻസ് അലോങ് ദി എഡ്ജസ് എ, ബി ആൻഡ് സി. ദീസ് എഡ്ജസ് മേ ഓർ മേ നോട്ട് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. ആംഗിൾസ് ബിറ്റ്വീൻ ദി എഡ്ജസ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം അതിന് പ്രധാനമായിട്ടും 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അതായത് അതിൻ്റെ 3 എഡ്ജസ്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലുമുള്ള അതിൻ്റെ എഡ്ജസ്, അത് നമ്മൾ എ, ബി, സി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എഡ്ജസിൻ്റെ ഇടയിലുള്ള ആംഗിൾസ്, അതായത് ഇപ്പം എ എന്ന് പറയുന്ന എഡ്ജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിനാണ് നമ്മൾ ആൽഫ എന്ന് പറയാം. അതുപോലെ ബി എന്ന് പറയുന്ന എഡ്ജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിനാണ് നമ്മൾ ബീറ്റ എന്ന് പറയാം. സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിനാണ് നമ്മൾ ഗാമ എന്ന് പറയാം. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും പറയാം, ആൽഫ എന്ന് പറഞ്ഞാൽ ബിയും സിയും തമ്മിലുള്ള ആംഗിളാണ്. അതുപോലെ ബീറ്റ എയും സിയും തമ്മിലുള്ള ആംഗിളാണ്. ഗാമ എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ അങ്ങനെയും പറയാം. ഈ 6 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് സെൽസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവർ മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് വ്യത്യസ്ത തരം യൂണിറ്റ് സെൽസ് കിട്ടുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട്, ഈ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്റ്റൽസിനെ അല്ലെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ യൂണിറ്റ് സെൽസിനെ 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ്. അതെങ്ങനെയാണ്, ഈ എഡ്ജസിനെയും അതുപോലെ തന്നെ ആംഗിൾസിനെയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവരെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇനി ഏത് യൂണിറ്റ് സെൽ ഉപയോഗിച്ചിട്ടാണ് ഈ ലാറ്റിസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 14 ടൈപ്സ് ഓഫ് ബ്രവായിസ് ലാറ്റിസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, യൂണിറ്റ് സെല്ല് പാരാമീറ്റേഴ്സ് അല്ലേ. നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്, അതുപോലെ ബി എന്ന് പറയുന്ന മറ്റൊരു എഡ്ജ്, അതുപോലെ സി എന്ന് പറയുന്ന ഒരു എഡ്ജ്. ഇങ്ങനെ 3 ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ എക്സ്, വൈ ആൻഡ് സെഡ് കോർഡിനേറ്റ്സിലുള്ള 3 എഡ്ജസ് ആണുള്ളത് അല്ലേ. അതുപോലെ ഇതാണ് എ എന്ന് പറയുന്ന എഡ്ജ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ, അതായത് ബിയും സിയും തമ്മിലുള്ള ആംഗിൾ അല്ലേ. അതുപോലെ ബീറ്റ എന്ന് പറയുന്നത് ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ്, എയും സിയും തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ. അതുപോലെ ഗാമ എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്, എക്കും ബിക്കും തമ്മിലുള്ള ഇടയിലുള്ള ആംഗിളാണ്, സി എന്ന് പറയുന്ന എഡ്ജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ്. ഇങ്ങനെ 6 പാരാമീറ്റേഴ്സാണ് ഒരു യൂണിറ്റ് സെല്ലിന് ഉള്ളത്. ഇനി ഈ 6 പാരാമീറ്റേഴ്സിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷനിലൂടെയാണ് നമുക്ക് 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് കിട്ടുന്നത്. 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് സെൽസിൻ്റെ എഡ്ജസിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അവയുടെ ആംഗിൾസും എഡ്ജസിൻ്റെ ഇടയിലുള്ള ആംഗിൾസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ
പാർട്ടിക്കിൾസ് എവിടെയൊക്കെയാണ് ഉള്ളത്, യൂണിറ്റ് സെല്ലിൻ്റെ ഏതൊക്കെ പൊസിഷനിലാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് സെൽസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ആണ് കിട്ടുക. അതിൽ ഒന്നാമത്തത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ പിക്ചറിൽ ചെറുതായിട്ടൊരു പിക്ചർ വരച്ചു അല്ലേ, ആ പിക്ചറിൽ ഞാൻ ഇവിടെ കോർണേഴ്സിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ വരച്ചിട്ടുള്ളൂ. വേറെ എവിടെയും എന്തില്ല, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇല്ല അല്ലേ. യൂണിറ്റ് സെല്ലിൻ്റെ കോർണേഴ്സിൽ മാത്രമേ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. അത്തരം യൂണിറ്റ് സെൽസിനെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി ഓൺ ദി കോർണർ പൊസിഷൻസ് ഓഫ് എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണർ പൊസിഷനിൽ മാത്രമേ എന്തുള്ളൂ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ അല്ലേ. ഇനി സെൻറ്റേഡ്, പ്രിമിറ്റീവ് അല്ലാതെ സെൻറ്റേഡ് യൂണിറ്റ് സെൽസും ഉണ്ട്. സെൻറ്റേഡ് എന്ന് പറയുമ്പം കോർണർ സൈറ്റിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ കോർണർ പൊസിഷനിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒന്നുകിൽ ഫേസ് സെൻറ്ററിൽ, അല്ലെങ്കിൽ എഡ്ജ് സെൻറ്ററിൽ, അല്ലെങ്കിൽ ബോഡി സെൻറ്ററിൽ എന്തുണ്ടാവും, ഈ കോർണർ പൊസിഷനോട് കൂടെ തന്നെ ഇവിടെ ഇതിലേതെങ്കിലും ഒരു പൊസിഷനിൽ കൂടി എന്തുണ്ടാവും, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത്തരം യൂണിറ്റ് സെൽസിനെയാണ് നമ്മൾ സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത്. സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് സെൽസ് പ്രധാനമായിട്ടും അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസും രണ്ടാമത്തത് സെൻറ്റേഡ് യൂണിറ്റ് സെൽസും. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, കോർണർ പൊസിഷനിൽ മാത്രമേ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. ഇനി കോർണർ പൊസിഷനോട് കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ, ഫേസ് സെൻറ്ററിലോ ബോഡി സെൻറ്ററിലോ അല്ലെങ്കിൽ എൻഡ് സെൻറ്ററിലോ ഒക്കെ യൂണിറ്റ് സെല്ല് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ നമ്മൾ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ നമ്മൾ സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത്. സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻഡ് സെൻറ്റേഡ്. നമ്മൾ പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പിക്ചർ നോക്കാം. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എന്താണ്, നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ കോർണേഴ്സിൽ മാത്രമേ എന്തുള്ളൂ, ആറ്റംസ് ഉള്ളൂ അല്ലേ. ഇതാണ് കോർണേഴ്സ്. അപ്പോൾ 8 കോർണേഴ്സ് ആണ് ഒരു ക്യൂബിന് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഈ 8 കോർണേഴ്സിൽ മാത്രമേ എന്തുള്ളൂ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. ഇത്തരം യൂണിറ്റ് സെൽസിനാണ് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇത് മൂന്നും എന്താണ്, ഇത് മൂന്നും സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് ആണ്. ഇവിടെ ബോഡിയുടെ, ക്യൂബിൻ്റെ ബോഡിയുടെ സെൻറ്ററിലും എന്തുണ്ട്, കോർണർ ആറ്റംസിന് പുറമെ അല്ലെങ്കിൽ കോർണർ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന് പുറമെ ബോഡിയുടെ സെൻറ്ററിലും ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ. ഇത്തരം യൂണിറ്റ് സെൽസിനെ നമ്മൾ ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് പറയാം. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിമിറ്റീവിലുള്ളതുപോലെ കോർണേഴ്സിൽ അല്ലെങ്കിൽ കോർണർ പൊസിഷൻസിൽ എന്തുണ്ട്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ പുറമെ ബോഡി സെൻറ്ററിലും ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട്. ഇനി ഫേസ് സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കോർണർ പൊസിഷനിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് സെല്ലിൻ്റെ ഓരോ ഫേസിലും, ഈച്ച് ഫേസിലും എന്തുണ്ട്, ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഫേസ് അല്ലേ, ഈ ഒരു ഫേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ മുകളിലെ ഫേസ് അല്ലേ, ഈ ഒരു ഫേസ്, ഇതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്. സൈഡിലുള്ള ഈ ഒരു ഫേസ് ഇതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്, ഈ പാർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ ഈ ഫേസിൻ്റെ സെൻറ്ററിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഈ ബാക്കിലുള്ള ഫേസിൻ്റെ സെൻറ്ററിലാണ് ഏത് പാർട്ടിക്കിൾ ഉള്ളത്, ഈ പാർട്ടിക്കിൾ ഉള്ളത്. അങ്ങനെ എല്ലാ ഫേസിൻ്റെയും സെൻറ്ററിൽ എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. കോർണറിലുള്ള പാർട്ടിക്കിൾസിന് പുറമെ അത് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ പുറമെ എന്തുണ്ട്, അഡീഷണൽ ആയിട്ട് ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനത്തെ യൂണിറ്റ് സെല്ലിനാണ് നമ്മൾ ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത്. എൻഡ് സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ കോർണർ പൊസിഷനിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻസിൻ്റെ സെൻറ്ററിലും, ഇത് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻസ് ആണ് അല്ലേ, ഇവരുടെ സെൻറ്ററിലും എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. എൻഡ് സെൻറ്റേഡ് എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതൊരു ഫേസ് ആണ്, ഇതതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് അല്ലേ. അപ്പോൾ 2 ഓപ്പോസിറ്റ് ഫേസസിൻ്റെ സെൻറ്ററിലാണ് എന്തുള്ളത്, പാർട്ടിക്കിൾസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ യൂണിറ്റ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
എൻഡ് സെൻറ്റേഡ് യൂണിസെൽസ് എന്ന് പറയുന്നത്. അപ്പം പ്രിമിറ്റീവ് യൂണിസെൽസും അതുപോലെ ബോഡി സെൻറ്റേഡും ഫേസ് സെൻറ്റേഡും എൻഡ് സെൻറ്റേഡും ഇങ്ങനെ 4 ടൈപ്സ് ആണ് പ്രധാനമായിട്ട് നമുക്ക് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് സെൽ പാരാമീറ്റേഴ്സിനെ യൂണിസെൽ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 7 ടൈപ്സ് ആണുള്ളത്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് 4 ടൈപ്പാണുള്ളത്. അതിൽ ഒന്നാമത്തത് പ്രിമിറ്റീവ് ആണ്, 2 ബോഡി സെൻറ്റേഡ്, 3 ഫേസ് സെൻറ്റേഡ്, 4 എൻഡ് സെൻറ്റേഡ് അല്ലേ. ഇനി നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതായത് സെൻറ്റേഡ് യൂണിസെൽസ് എന്ന് പ്രിമിറ്റീവ് യൂണിസെൽസ് എന്ന് പറയുമ്പം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി ഓൺ ദി കോർണർ പൊസിഷൻസ് ഓഫ് എ യൂണിസെൽ. ഒരു യൂണിസെല്ലിൻ്റെ കോർണർ പൊസിഷനിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. ഇനി സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 1 or more കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് അറ്റ് ദ പൊസിഷൻസ് അതർ ദാൻ കോർണേഴ്സ്. കോർണേഴ്സിന് പുറമെ എന്തുണ്ട്, വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദോസ് അറ്റ് കോർണേഴ്സ് അല്ലേ. കോർണേഴ്സിന് പുറമെ ഏതെങ്കിലും സെൻറ്റേഴ്സിൽ എന്തുണ്ടാവും, പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത്തരം യൂണിസെൽസിനെ നമ്മൾ സെൻറ്റേഡ് യൂണിസെൽസ് എന്ന് പറയാം. അതിൽ ഒന്നാമത്തതാണ് ബോഡി സെൻറ്റേഡ്. യൂണിസെൽ കണ്ടെയ്ൻ 1 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അറ്റ് ഇറ്റ്സ് ബോഡി സെൻറ്റർ ബിസൈഡ്സ് ദ വൺസ് ദാറ്റ് ആർ അറ്റ് ഇറ്റ്സ് കോർണേഴ്സ്. കോർണേഴ്സിന് പുറമെ എവിടെ ഉണ്ട്, ബോഡി സെൻറ്ററിലുണ്ട്. അതിനെ നമ്മൾ ബോഡി സെൻറ്റേഡ് എന്ന് പറയാം. ഫേസ് സെൻറ്റേഡ് എന്ന് പറയുമ്പം അറ്റ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ കോർണർ ആറ്റംസിന് പുറമെ എവിടെയുണ്ട്, ഓരോ ഫേസിൻ്റെയും സെൻറ്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനെ നമ്മൾ ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് എന്ന് പറയാം. എൻഡ് സെൻറ്റേഡ് എന്ന് പറയുമ്പം യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 1 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അറ്റ് ദ സെൻറ്റർ ഓഫ് എനി 2 ഓപ്പോസിറ്റ് ഫേസസ് ബിസൈഡ്സ് ദ 1 പ്രസൻറ്റ് അറ്റ് ഇറ്റ് കോർണേഴ്സ് അല്ലേ. അതായത് ഇവിടെ ഓപ്പോസിറ്റ് ഫേസസ് ആണ് ഇത് രണ്ടും. അപ്പം ഈ 2 ഓപ്പോസിറ്റ് ഫേസസിൻ്റെ സെൻറ്ററിലും എന്തുണ്ട്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, കോർണർ പാർട്ടിക്കിൾസിന് പുറമെ. അത്തരം യൂണിസെൽസിനെ നമ്മൾ എൻഡ് സെൻറ്റേഡ് യൂണിസെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിൾസിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് 4 ടൈപ്പായിട്ട് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു പാരാമീറ്റേഴ്സിനെ യൂണിസെൽസിൻ്റെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 7 ടൈപ്സ് ഓഫ് യൂണിസെൽസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതായത് ഇവരുടെ എഡ്ജ് ലെങ്ത് ആയിട്ടുള്ള എ ബി സി, ഈ എയും ബിയും സിയും ഈക്വൽ ആണോ അല്ലെങ്കിൽ അവർ അൺഈക്വൽ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ ആൽഫ ബീറ്റ ഗാമ, ആൽഫയും ബീറ്റയും ഗാമയുമാണ് ആംഗിൾസ്. ഈ ആംഗിൾസ് 90 ഡിഗ്രി ആണോ അല്ലെങ്കിൽ 180 ഡിഗ്രി ആണോ, ഈക്വൽ ആണോ എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുമാണ് ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് 6 പാരാമീറ്റേഴ്സ് ആണ്, 3 എഡ്ജസും അതുപോലെ 3 ആംഗിൾസും. ഇവരെ നോക്കിയിട്ടാണ് നമ്മൾ ഈ 7 ടൈപ്സ് ഓഫ് യൂണിസെൽസ് ആയിട്ട് യൂണിസെൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ക്യൂബിക് ആണ്. അതുപോലെ മറ്റേതേതാണ്, ക്യൂബിക് ഉണ്ട്, അതുപോലെ ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, റോംബോഹെഡ്രൽ ആൻഡ് ഹെക്സഗണൽ. ഇത്രയും ടൈപ്സ് ഓഫ് യൂണിസെൽസ് ആണ് നമുക്കുള്ളത്. ഈ 7 ടൈപ്സ് എങ്ങനെയാണ് വരുന്നത്, ഇവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇവരെങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്യൂബിക്കിലാവുമ്പോൾ ക്യൂബിക് എന്ന് പറയുന്നത് എന്താണ്, ആക്സിയൽ ഡിസ്റ്റൻസസ്, അതായത് എഡ്ജ് ലെങ്ത് 3ഉം സെയിം ആണ്. എ എന്ന് പറയുന്ന എഡ്ജും ബി എന്ന് പറയുന്ന എഡ്ജും സി എന്ന് പറയുന്ന എഡ്ജും സെയിം ആണ്. അതുപോലെ തന്നെ ആൽഫയും ബീറ്റയും ഗാമയും എന്താണ്, 90 ഡിഗ്രിയാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ഇങ്ങനെ ഈ 2 ക്യാരക്ടേഴ്സുമുള്ള യൂണിസെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്യൂബിക് യൂണിസെൽ എന്ന് പറയാം. അപ്പോൾ ക്യൂബിക്കിൽ എന്താണ്, ക്യൂബിക്കിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. അതായത് ആക്സിയൽ ലെങ്ത് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് സെയിം ആണ്, 3 എഡ്ജസിൻ്റെയും ലെങ്ത് സെയിം ആണ്, 3 ആംഗിൾസിൻ്റെയും വാല്യൂ സെയിം ആണ്, അവർ 90ക്ക് ഈക്വൽ ആണ്. അത്തരം യൂണിസെല്ലിനെയാണ് നമ്മൾ ക്യൂബിക് യൂണിസെൽ എന്ന് പറയാം അല്ലേ. ഇനി ഈ ക്യൂബിക്കിൽ തന്നെ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അവയുടെ പൊസിഷൻസിനെ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 4 ടൈപ്സ് ഓഫ് യൂണിസെൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യൂബിക്കിൻ്റെ കേസിൽ അതിൽപ്പെട്ട 3 കാണപ്പെടുന്നുണ്ട്. അതായത് പ്രിമിറ്റീവ് ഉണ്ട്, അതുപോലെ ബോഡി സെൻറ്റേഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡും ഉണ്ട്. നമ്മൾ ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത്തിൻ്റെയും അതുപോലെ ആംഗിൾസിൻ്റെയും ബേസിസിലാണ്.
പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഞാനിവിടെ പറയുന്നത് ക്യൂബിക് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രിയും എ ഈക്വൽ ടു ബി ഈക്വൽ ടു സിയും, അതായത് ഇതാണ് ഇവരുടെ സെല്ലിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലേ. സെല്ലിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ക്യാരക്ടർ ഇതായിട്ടുള്ള യൂണിറ്റ് സെല്ലിനാണ് നമ്മൾ ക്യൂബിക് എന്ന് പറയുന്നത്. ഈ ക്യൂബിക്കിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രിമിറ്റീവ് ക്യൂബിക് ഉണ്ട്, ബോഡി സെൻറ്റേഡ് ക്യൂബിക് ഉണ്ട്, അതുപോലെ ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കുമുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ എക്സാമ്പിൾസ് ആണ് NaCl, സിംഗുലൻ്റ്, കോപ്പർ. ഇനി ടെട്രഗണലാണ് അടുത്തത് അല്ലേ. അതായത് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിൽ 7 ടൈപ്സിൽ രണ്ടാമത്തെ ടൈപ്പാണ് അത് ടെട്രഗണൽ എന്ന് പറയുന്നത്. അതിൽ പ്രിമിറ്റീവ് ഉണ്ട്, അതുപോലെ ബോഡി സെൻറ്റേഡും ഉണ്ട്. ഇനി അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണ്, A ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. 2 എഡ്ജസ് സെയിം ആണ്, മൂന്നാമത്തെ എഡ്ജ് അതിന് ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ. 3 ആംഗിൾസും എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സുള്ള യൂണിറ്റ് സെല്ലാണ് എന്ത്, ടെട്രഗണൽ യൂണിറ്റ് സെല്ല്. ഈ ടെട്രഗണൽ യൂണിറ്റ് സെല്ലിന് പ്രിമിറ്റീവ് ഉണ്ട്, അതുപോലെ ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ലും ഉണ്ട്. എക്സാമ്പിളാണ് വൈറ്റ് ടിന്ന്, SnO2, TiO2, CaSO4. ഇനി അടുത്തത് ഓർത്തോറോംബിക് ആണ്. ഓർത്തോറോംബിക്കിൻ്റെ പ്രത്യേകത എന്താണ്, A നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് പിക്ചർ കാണുമ്പോൾ കൂടുതൽ വ്യക്തമാവും അല്ലേ. ഓർത്തോറോംബിക് എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് എയും ഇവിടെ എഡ്ജ് ലെങ്ത് നോക്കിയാൽ നമുക്കറിയാം അല്ലേ. അതായത് എയും ബിയും സിയും എന്തല്ല, സെയിം അല്ല. എയും ബിയും സിയും എന്താണ്, ഡിഫറെൻ്റ് ആണ്. എക്ക് വേറെ ലെങ്ത് ആണുള്ളത്, ബിക്ക് വേറെ ലെങ്ത് ആണുള്ളത്, അതുപോലെ സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അല്ലേ. അത്തരം യൂണിറ്റ് സെല്ലാണ് ഓർത്തോറോംബിക് എന്ന് പറയുന്നത്. അതുപോലെ അതിലെ ആംഗിൾ എന്താണ്, 90 ഡിഗ്രി തന്നെയാണ് അല്ലേ. ഇവിടെ നമുക്ക് കണ്ടാലറിയാം 90 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ക് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇതാണ് ഒരു ലെങ്ത്, ഇതാണ് മറ്റൊരു ലെങ്ത്, ഇതാണ് അടുത്തൊരു ലെങ്ത് അല്ലേ. 3 ലെങ്ത്തും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ആംഗിൾസ് എന്ത് തന്നെയാണ്, 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിലും ആംഗിൾസ് എന്ത് തന്നെയാണ്, 90 ഡിഗ്രിയാണ്. പക്ഷേ എഡ്ജ് ലെങ്ത്തിൽ എന്തുണ്ട്, വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതാണ് ഓർത്തോറോംബിക്. ഈ ഓർത്തോറോംബിക്കിൽ 4 ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽസും ഉണ്ട് അല്ലേ. പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേഡ് ഉണ്ട്, ഫേസ് സെൻറ്റേഡ് ഉണ്ട്, എൻഡ് സെൻറ്റേഡ് ഉണ്ട്. ഈ 4 ടൈപ്പ് യൂണിറ്റ് സെൽസും ഏതിൽ കാണപ്പെടുന്നുണ്ട്, ഓർത്തോറോംബിക് ടൈപ്പിൽ കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ റോംബിക് സൾഫർ, KNO3 ആൻഡ് BaSO4. ഇനി അടുത്തത് മോണോക്ലിനിക് ആണ്. മോണോക്ലിനിക്കിൽ A നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഗാമ 90 ഡിഗ്രിയാണ്, ബീറ്റ എന്തല്ല, 90 ഡിഗ്രി അല്ല. മോണോക്ലിനിക് അല്ലേ, ഇതാണ് മോണോക്ലിനിക്. ബീറ്റ 90 ഡിഗ്രി അല്ല, ആൽഫയും ഗാമയും എന്താണ്, 90 ഡിഗ്രിയാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ ഏതിലും മാറ്റമുണ്ട്, എഡ്ജിൻ്റെ ലെങ്ത്തിലും മാറ്റമുണ്ട് അല്ലേ. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തല്ല, 3 എഡ്ജും സെയിം അല്ല. ഇനി അടുത്തത് ആരാണ്, മോണോക്ലിനിക് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ട്രൈക്ലിനിക് ആണ് അല്ലേ. ഈ മോണോക്ലിനിക്കിൽ 2 ടൈപ്പ് ഉണ്ട്, പ്രിമിറ്റീവ് ഉണ്ട്, അതുപോലെ എൻഡ് സെൻറ്റേഡും ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ആരാണ്, ട്രൈക്ലിനിക് ആണ്. ട്രൈക്ലിനിക്കിൽ A നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ. ഇതെന്താണ്, ആംഗിൾസും സെയിം അല്ല, അതുപോലെ തന്നെ എഡ്ജ് ലെങ്ത്തും സെയിം അല്ല അല്ലേ. ട്രൈക്ലിനിക്കിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം നമുക്ക്. ട്രൈക്ലിനിക് അല്ലേ, ഇവിടെ നമുക്ക് കണ്ടാലറിയാം ആംഗിൾസും സെയിം അല്ല, നിൽക്കുന്നത് തന്നെ വേറെ രൂപത്തിലാണ് അല്ലേ. ആംഗിൾസും സെയിം അല്ല, അതുപോലെ തന്നെ എഡ്ജ് ലെങ്സും എന്തല്ല, സെയിം അല്ല, എല്ലാം വ്യത്യാസമുണ്ട് അല്ലേ. അത്തരം യൂണിറ്റ് സെല്ലാണ് ട്രൈക്ലിനിക് യൂണിറ്റ് സെൽസ്. ഇനി ട്രൈക്ലിനിക്കിൽ ഏതൊക്കെയാണുള്ളത്, ട്രൈക്ലിനിക്കിൽ പ്രിമിറ്റീവ് മാത്രമാണുള്ളത് അല്ലേ. അതിലെ എക്സാമ്പിൾസ് K2Cr2O7, CuSO4, 5H2O, H3BO3 അല്ലേ. ഇതൊക്കെ ട്രൈക്ലിനിക്കിന് എക്സാമ്പിളാണ്. അടുത്തത് ഹെക്സഗണലാണ്. ഹെക്സഗണലിൽ പ്രിമിറ്റീവ് മാത്രമാണുള്ളത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ആണെങ്കിൽ 2 എഡ്ജസ് ഈക്വൽ ആണ്, മൂന്നാമത്തത് അൺഈക്വൽ ആണ്. ആൽഫ ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ എന്താണ്, 120 ഡിഗ്രിയാണ്. എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, CDS. ഇനി ലാസ്റ്റ് വണ് റോംബോ ഹെഡ്രൽ ഓർ ട്രയഗണൽ. അതിൽ A ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്, ആൽഫ ബീറ്റയും ഗാമയും ഈക്വൽ ആണ്, ബട്ട് 90 ഡിഗ്രി അല്ല അല്ലേ. റോംബോ ഹെഡ്രൽ, ഇതാണ് റോംബോ ഹെഡ്രൽ. ഇവിടെ എന്താണ്, ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്, ബട്ട് എന്തല്ല,
90 ഡിഗ്രി അല്ല. ഇതാണ് റോംബോഹെഡ്രൽ അല്ലേ. ഹെക്സഗണൽ ഇതാണ്. അപ്പം ഇത്രയുമാണ് 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസും അതിലെ ഫർദർ ക്ലാസിഫിക്കേഷൻസും. അതിലെ ഫർദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം ഓരോന്നിലും നമുക്ക് ബോഡി സെൻറ്റേർഡിലോ അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡിലോ അല്ലെങ്കിൽ എൻഡ് സെൻറ്ററിലോ ഒക്കെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടോ നോക്കിയിട്ട് അവരെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് എണ്ണി നോക്കുകയാണെങ്കിൽ, അതായത് സെൽ പാരാമീറ്റേഴ്സിൻ്റെ യൂണിറ്റ് സെൽസിൻ്റെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 7 ടൈപ്പാണുള്ളത് അല്ലേ. അതിൽ തന്നെ ക്യൂബിക്കിൽ, അതുപോലെ ഓർത്തോറോംബിക്കിൽ, ടെട്രാഗണലിലൊക്കെ ഒന്നിലധികം ടൈപ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ മൊത്തം എണ്ണി നോക്കുകയാണെങ്കിൽ, അതായത് ക്യൂബിക്കിൽ തന്നെ 3 ഉണ്ട് അല്ലേ. അപ്പോൾ 3ഉം ടെട്രാഗണലിൽ 2 എണ്ണം, അപ്പോൾ 3 2 5, പിന്നെ ഇവിടെ 4 ഉണ്ട് അല്ലേ. അപ്പോൾ 9, പിന്നെന്താണ് ബാക്കിയുള്ള ഓരോന്നിലും 1 വീതം അല്ലേ. അപ്പോൾ മോണോക്ലിനിക്കിൽ 2 എണ്ണം ഉണ്ട്, അപ്പോൾ 9 2 11, ബാക്കിയുള്ള ഓരോന്നിലും 1 വീതം, അപ്പോൾ 11 3 14. ഇങ്ങനെ 14 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ആണ് ടോട്ടൽ നമുക്ക് കിട്ടുക. ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ക്രിസ്റ്റൽ ലാറ്റിസസിനെയാണ് നമ്മൾ 14 ടൈപ്സ് ഓഫ് ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ, പിക്ചേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. അതായത് 14 ബ്രവൈസ് ലാറ്റിസസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 14 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ക്യൂബിക്കിൽ 3 ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ ടെട്രഗണൽ, ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ, ഹെക്സഗണൽ ഉണ്ട്, സിമ്പിൾ ഓർത്തോറോംബിക്, ബോഡി സെൻറ്റേർഡ് ഓർത്തോറോംബിക്, ബേസ് സെൻറ്റേർഡ്, അതായത് എൻഡ് സെൻറ്റേർഡ് എന്ന് പറയുന്നതാണ് ബേസ് സെൻറ്റേർഡ്, പിന്നെ ഫേസ് സെൻറ്റേർഡും അല്ലേ. ഓർത്തോറോംബിക്കിൽ 4 ഉണ്ട്, അതുപോലെ റോംബോഹെഡ്രൽ, സിമ്പിൾ മോണോക്ലിനിക്, എൻഡ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ബേസ് സെൻറ്റേർഡ് മോണോക്ലിനിക്, ട്രൈക്ലിനിക്. ഇങ്ങനെ 14 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ആണുള്ളത്. ഇവർ ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ ലാറ്റിസസ് 14 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസസ് ആണ് ഉള്ളത്. ഇനി അപ്പോൾ ഇത്രയുമാണ് ക്രിസ്റ്റൽ ലാറ്റിസസിനെ കുറിച്ചും യൂണിറ്റ് സെൽസിനെ കുറിച്ചും ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു കോർണർ പൊസിഷനിൽ മാത്രമല്ല കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളത് അല്ലേ. ഇപ്പം സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് ആണെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ, ഫേസ് സെൻറ്ററിലോ ബോഡി സെൻറ്ററിലോ എൻഡ് സെൻറ്ററിലോ ഒക്കെ എന്തുണ്ട്, പാർട്ടിക്കിൾസ് എക്സ്ട്രാ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ പൊസിഷനും, അതായത് കോർണർ ആവട്ടെ അല്ലെങ്കിൽ ഫേസ് സെൻറ്റർ ആവട്ടെ ബോഡി സെൻറ്റർ ആവട്ടെ, ഇവിടെയൊക്കെയുള്ള ലാറ്റിസ് പോയിൻറ്റ്സ് ഒരു യൂണിറ്റ് സെല്ലിലേക്ക് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതായത് കോർണർ ആറ്റം, ഇപ്പോൾ കോർണർ പൊസിഷനാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോർണർ പൊസിഷൻ അല്ലേ. കോർണർ പൊസിഷനിലുള്ള ആറ്റംസ്, കോർണർ ആറ്റം ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെല്ല്. ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിൽ മൊത്തമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ, ഇതിപ്പം ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണർ ആണെങ്കിൽ ഈ കോർണർ മറ്റു 8 യൂണിറ്റ് സെൽസുമായിട്ട്, അതായത് ഇതിപ്പോൾ ഒരു കോർണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ കോർണറിലുള്ള ആറ്റം 8 ആറ്റംസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് മുകളിലെ ലെയറിൽ 4 യൂണിറ്റ് സെല്ലുണ്ട്, അതുപോലെ താഴത്തെ ലെയറിൽ എന്തുണ്ട്, 4 യൂണിറ്റ് സെല്ല്. ഇതിൻ്റെ പിക്ചറാണ് അല്ലേ. ഇത് ഒരു യൂണിറ്റ് സെല്ലാണ്, ഇതെന്താണ്, ഒരു യൂണിറ്റ് സെല്ലാണ്. ഓക്കെ, ഇത് അതിൻ്റെ അടിയത്തെ ലെയറിലുള്ള മറ്റൊരു യൂണിറ്റ് സെല്ലാണ് അല്ലേ. ഇനി ഇതെന്താണ്, ഇതും മറ്റൊരു യൂണിറ്റ് സെല്ലാണ്. അതുപോലെ ഇവിടെയും ഒരു യൂണിറ്റ് സെല്ലുണ്ട് അല്ലേ, ഇവിടെയും ഒരു യൂണിറ്റ് സെല്ലുണ്ട്. ഇതേപോലെ അപ്പുറത്തെ ഭാഗത്തുണ്ട് അല്ലേ, അതായത് ഫ്രണ്ട് സൈഡിലുണ്ട് ബാക്ക് സൈഡിലുണ്ട്. അങ്ങനെ 8 യൂണിറ്റ് സെല്ലാണ് ഒരു കോർണർ ആറ്റം 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കോർണർ ആറ്റം ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽസ്. ഇനി കോൺട്രിബ്യൂഷൻ ഫ്രം 1 കോർണർ ലാറ്റിസ് പോയിന്റ് ഈക്വൽ ടു 1/8. അപ്പോൾ ഒരു കോർണർ ആറ്റം 8 യൂണിറ്റ് സെൽസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോർണറിലുള്ള ഒരു ആറ്റം ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കൊടുക്കുന്നത് എത്ര പാർട്ടാണ്, 1/8 പാർട്ട് മാത്രമാണ് അല്ലേ. ഒറ്റ ആറ്റം 8 യൂണിറ്റ് സെൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു യൂണിറ്റ് സെല്ലിന് ഒരു കോർണർ ആറ്റം കൊടുക്കുന്നത് എത്ര മാത്രമാണ്, 1/8 മാത്രമാണ്. ഇനി ടോട്ടൽ കോർണേഴ്സ് ഓഫ് എ യൂണിറ്റ് സെല്ല്, ഒരു യൂണിറ്റ് സെല്ലിന് എത്ര കോർണേഴ്സ് ആണുള്ളത്, 8 കോർണേഴ്സ് ആണ് ഉള്ളത്. അപ്പം ഒരു യൂണിറ്റ് സെല്ലിന് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഫ്രം കോർണേഴ്സ് എത്രയാണ് കിട്ടുക, 1 ആണ് കിട്ടുക. കാരണം ഓരോ കോർണറിലും 1/8 പാർട്ടാണുള്ളത്. അങ്ങനത്തെ 8 കോർണേഴ്സ് ഉണ്ട്. അപ്പം മൊത്തം 8 കോർണേഴ്സിൽ നിന്നും ഒരു യൂണിറ്റ് സെല്ലിന് 1 പാർട്ടിക്കിളാണ് ഉണ്ടാവുക അല്ലേ. ഇനി ആറ്റം അറ്റ് ഫേസ് സെൻറ്റർ ആണ് അടുത്തത്. ഫേസ് സെൻറ്റർ ആണ്. ഫേസ് സെൻറ്റർ ഈസ് ഷെയർഡ് ബൈ 2 യൂണിറ്റ് സെൽസ്.
ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ഫേസ് സെൻറ്ററിലുള്ള ഒരു ആറ്റമാണ്. ഇതിനെ ഈ ഭാഗത്തുള്ള ഒരു ആറ്റവും ഈ ഭാഗത്തുള്ള ഒരു ആറ്റവുമാണ് ഷെയർ ചെയ്യുന്നത്. രണ്ട് യൂണിസെൽസ് ആണ് ഇതിനെ ഷെയർ ചെയ്യുന്നത് അല്ലേ. കോൺട്രിബ്യൂഷൻ ഓഫ് വൺ ഫേസ് സെൻറ്റേർഡ് ലാറ്റിസ് പോയിന്റ്, അതായത് ഒരു യൂണിറ്റ് സെല്ലിലേക്ക് ഈ ഒരു ഫേസ് സെൻറ്റേർഡ് ലാറ്റിസ് പോയിന്റ് കൊടുക്കുന്നത് എത്രയാണ്? 1/2 ആണ്. ഇതിലേക്ക് 1/2ഉം ഇതിലേക്ക് 1/2 ആണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഫേസ് സെൻറ്റേർഡ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത് 1/2 ആണ്. കോർണറിലുള്ള ലാറ്റിസ് പോയിന്റ് എത്രയാണ് കൊടുക്കുന്നത്? ഒരു യൂണിറ്റ് സെല്ലിലേക്ക് 1/8 ആണ് കൊടുക്കുന്നത് അല്ലേ. കാരണം 8 ആൾക്ക് കൊടുക്കുന്നുണ്ട്, ഒന്നാണ് 8 ആൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നത് 1/8 ആണ്. ഇവിടെ എത്ര ആളാണ് ഷെയർ ചെയ്യുന്നത്? 2 യൂണിറ്റ് സെൽസ് ആണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നത് 1/2 ആണ്. ഇതിനാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ ടു 1 യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അത് 1/2 ആണ്. ഇനി എത്ര ഫേസ് ആണ് ഒരു യൂണിറ്റ് സെല്ലിന് ഉണ്ടാവുക? 6 ഫേസ് ആണ് ഉണ്ടാവുക. ഒന്ന് താഴെ, ഒന്ന് മുകളിൽ, പിന്നെ 4 സൈഡിലും അല്ലേ. അങ്ങനെ 6 ഫേസസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ബോഡി സെൻറ്ററിലുള്ള ആറ്റം അല്ലേ. ബോഡി സെൻറ്ററിലുള്ള ആറ്റം ഒരു യൂണിറ്റ് സെല്ല് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം അത് മുഴുവനായിട്ടും എന്താണ്? ഒരു യൂണിറ്റ് സെല്ലിന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ബോഡി സെൻറ്ററിലുള്ള ഒരു ലാറ്റിസ് പോയിന്റ് ഒരു യൂണിറ്റ് സെല്ലിന് ഷെയർ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഒരു പാർട്ടിക്കിളിന് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി സെൻറ്ററിലുള്ള ഒരു പൊസിഷൻ ഒരു യൂണിറ്റ് സെല്ലിന് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ബോഡി സെൻറ്റേഴ്സ്, അങ്ങനത്തെ എത്ര ബോഡി സെൻറ്ററാണ് ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക? ഒരു ബോഡി സെൻറ്ററാണ് ഉണ്ടാവുക അല്ലേ. ഇനി എഡ്ജ് സെൻറ്റർ എന്ന് പറയുമ്പം എഡ്ജ് സെൻറ്റർ ആറ്റം ഈ ഷെയർഡ് ബൈ 4 യൂണിറ്റ് സെൽസ്. ഇതാണ് എഡ്ജ് അല്ലേ. എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ് യൂണിറ്റ് സെല്ലിൻ്റെ. ഈ എഡ്ജ് സെൻറ്ററിലുള്ള ഒരു ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്? 4 യൂണിറ്റ് സെൽസ് ആണ് ഈ എഡ്ജ് സെൻറ്ററിലുള്ള ഒരു ആറ്റത്തെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് എഡ്ജ് സെൻറ്റർ പൊസിഷനിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എഡ്ജ് സെൻറ്റർ എന്ന് പറയുന്ന ലാറ്റിസ് പോയിന്റ് ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കൊടുക്കുന്നത് 1/4 ആണ്. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, എഡ്ജ് സെൻറ്ററിലുള്ള ഒരു കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിനെ ചുറ്റുമുള്ള 4 യൂണിറ്റ് സെൽസ് ആണ് പങ്കിട്ടെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് എത്ര കിട്ടുക? 1/4 ആണ് കിട്ടുക. മൊത്തം 4 ആളാണുള്ളത്, ഒന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് എത്രയാണ് കിട്ടുക? 1/4 ആണ് കിട്ടുക അല്ലേ. അങ്ങനത്തെ എത്ര എഡ്ജസ് ആണുള്ളത്? ടോട്ടൽ എഡ്ജസ് ഇൻ എ യൂണിറ്റ് സെൽ ഈക്വൽ ടു 12 അല്ലേ. അതായത് മുകളിൽ 4 എഡ്ജ് ഉണ്ട്, അതുപോലെ താഴെ 4 എഡ്ജ് ഉണ്ട്, അതുപോലെ എന്താണ് സൈഡിലും 4 എഡ്ജസ് ഉണ്ട്. ഇങ്ങനെ 12 എഡ്ജസ് ആണ് മൊത്തമായിട്ട് ഉള്ളത്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിലുള്ള ആറ്റംസിൻ്റെ ടോട്ടൽ നമ്പർ എത്രയാണെന്നാണ് ഇനി നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് 4 ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽസ് ആണുള്ളത് അല്ലേ. ഒന്ന് പ്രിമിറ്റീവും, അതുപോലെ ബോഡി സെൻറ്റർ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 4 ടൈപ്പാണുള്ളത്. ഒന്ന് പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ്, അതുപോലെ ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ് അല്ലേ. ഇതിൽ 4 എണ്ണത്തിലുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തേത് പ്രിമിറ്റീവ് ആണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണെന്നാണ് നോക്കുന്നത്. അതിൽ കോർണറിൽ എന്താണ്? ഇതിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാകുമ്പോൾ കോർണറിൽ മാത്രമേ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. അപ്പം ഒരു കോർണറിലുള്ള ഒരു പാർട്ടിക്കിൾ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് 1/8 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ 8 കോർണേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മൊത്തം കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് 8 × 1/8 ആണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതായത് മൊത്തം 8 കോർണേഴ്സ് ആണുള്ളത് അല്ലേ. മൊത്തം 8 കോർണേഴ്സ് ആണുള്ളത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ മൊത്തം 8 കോർണേഴ്സ് ആണുള്ളത്. ഏത് യൂണിറ്റ് സെല്ലായാലും 8 കോർണേഴ്സ് തന്നെയാണ് ഉള്ളത് അല്ലേ. അതിൽ ഒരു കോർണറിലുള്ള ഒരു ലാറ്റിസ് സൈറ്റ്, ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ലാറ്റിസ് സൈറ്റിലുള്ള ഒരു ആറ്റം ഒരു യൂണിറ്റ് സെല്ലിന് കൊടുക്കുന്നത് 1/8 ആണ്. അതുപോലെ വേറെ 7 യൂണിറ്റ് സെൽസിന് ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് ഇത് കൊടുക്കുന്നത് 1/8 ആണ്. ഇങ്ങനത്തെ 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ 8 കോർണേഴ്സിൽ നിന്നും 1/8 വീതം ആണ് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്ന മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1/8 × 8 ആണ്, ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ
പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഈക്വൽ ടു 1 ആണ്. അതായത് കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ ഇവിടെ അല്ലേ, അതുകൊണ്ട് തന്നെ 1 ആണ്. ഇനി ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആണെങ്കിൽ, ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആവുമ്പം ഇവിടെ എന്തുണ്ട്, കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ എവിടെയും ഉണ്ട്, ബോഡി സെൻറ്ററിലും ഉണ്ട്. കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസ് 1/8 ആണ് ഒരു പാർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ, ഒരു യൂണിറ്റ് സെല്ലിൻ്റെ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് കോർണേഴ്സിലുള്ള ടോട്ടൽ പാർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് സെല്ലിന് 1 ആറ്റമാണ്. 8 കോർണേഴ്സ് ആണുള്ളത്, ഓരോ കോർണറിലുമുള്ള പാർട്ടിക്കിൾസ് 1/8 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ പാർട്ടിക്കിൾസ് 1/8 × 8 = 1 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബോഡി സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റം പ്രൊവൈഡ് ചെയ്യുന്നത് 1 ആണ്. അപ്പോൾ 1 × 1 = 1 ആണ് എന്ത്, ഈ ബോഡി സെൻറ്റർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട്, അതായത് കോർണേഴ്സിലുള്ള മൊത്തം 8 ആറ്റംസ് 1 പാർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബോഡി സെൻറ്ററിലുള്ളത് 1 പ്രൊവൈഡ് ചെയ്യുന്നത്, രണ്ടും കൂടി കൂട്ടിയിട്ട് 2 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡിൻ്റെ കേസിൽ 2 ആണ്. ഇനി അടുത്തത് എന്താണ്, ഫേസ് സെൻറ്റേർഡ്. ഫേസ് സെൻറ്റേർഡിലും ഈ പറയുന്ന പോലെ തന്നെ കോർണേഴ്സിലുണ്ട് അല്ലേ, കോർണേഴ്സിൽ എല്ലാത്തിലുണ്ട്, അതുകൊണ്ട് 1/8 × 8 എല്ലാത്തിലുണ്ട് = 1. പിന്നെന്താണ്, ഫേസ് സെൻറ്ററിലാണുള്ളത് അല്ലേ, 6 ഫേസസിൽ ആണ് ഇവരുള്ളത്. ഒരു ഫേസിലുള്ള ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/2 ആണ് ഒരു യൂണിറ്റ് സെല്ലിലേക്ക്. അങ്ങനെ 6 ഫേസസിലുണ്ട്, അപ്പോൾ 6 × 1/2 = 3 അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്മൾ കണക്കാക്കുമ്പം ഫേസ് സെൻറ്ററിൽ നിന്ന് 3 എണ്ണവും അതുപോലെ കോർണേഴ്സിൽ നിന്ന് 1, 3 + 1 = 4 അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്, അപ്പോൾ ഇത്രയുമാണ് അല്ലേ. അതായത് 3 നമ്മൾ കണ്ടു. ബോഡി സെൻറ്റേർഡിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ബോഡി സെൻറ്ററിലാണെങ്കിൽ കോർണേഴ്സിലുള്ളത് 1/8 × 1 പ്ലസ് ബോഡി സെൻറ്ററിലുള്ള 1 അല്ലേ, അപ്പോൾ 2. അതുപോലെ ഫേസ് സെൻറ്റേർഡിലാണെങ്കിൽ കോർണേഴ്സിലുള്ള ഓരോന്നും 1/8 പ്രൊവൈഡ് ചെയ്യും, അങ്ങനത്തെ 8 എണ്ണാണുള്ളത്, അതുകൊണ്ട് 1/8 × 8 = 1. അതുപോലെ ഫേസ് സെൻറ്റേർഡിലുള്ളത് മൊത്തം 6 ഫേസ് സെൻറ്റേഴ്സ് ആണുള്ളത്, അവർ ഓരോരുത്തരും പ്രൊവൈഡ് ചെയ്യുന്നത് 1/2 ആണ്, അതുകൊണ്ട് 6 × 1/2 = 3. ഇത്രയുമാണ് നമ്പർ ഓഫ് ആറ്റംസ്. ഇനി നമുക്ക് അവസാനത്തെ ഒരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് യൂണിറ്റ് സെൽസിൻ്റെ എഡ്ജ് ലെങ്ത്തും അതുപോലെ തന്നെ പാർട്ടിക്കിളിൻ്റെ റേഡിയസും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് 3 ടൈപ്പ് യൂണിറ്റ് സെൽസ് ആണുള്ളത്. ഒന്നെന്താണ്, സിമ്പിൾ, അതുപോലെ ബോഡി സെൻറ്റേർഡ്, അതുപോലെ ഫേസ് സെൻറ്റേർഡ് അല്ലേ. ഇതിൽ സിമ്പിളിൽ, അതായത് പ്രിമിറ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രിമിറ്റീവിൽ എന്താണ്, അവർ ഇൻ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ അഡ്ജസൻറ്റ് ആറ്റംസ് ടച്ച് ചെയ്യിച്ചത്, ഇവർ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട്, അഡ്ജസൻറ്റ് ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പരസ്പരം ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതാണ് എഡ്ജ് ലെങ്ത്, യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് ഇതാണ് അല്ലേ. എഡ്ജ് ലെങ്ത് = 2r എന്ന് എഴുതാം, A = 2r എന്ന് എഴുതാം. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ സിമ്പിൾ ക്യൂബിക്കിലാണെങ്കിൽ. ഇവിടെ ടച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതാണ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഫേസ് ആണിത് അല്ലേ, യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഫേസ് ആണിത്. ഈ ഫേസിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ്, 2 യൂണിറ്റ് സെൽസ് രണ്ട് പാർട്ടിക്കിൾസ് അടുത്തടുത്തുള്ള കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസ് പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പാർട്ടിക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് മറ്റേ പാർട്ടിക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് 2r ഈക്വൽ ആണെന്ന് കിട്ടും. ഇനി ബോഡി സെൻറ്റേർഡിലാണെങ്കിൽ ഇവിടെ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ബോഡി സെൻറ്ററിലുള്ള ആറ്റത്തെ എല്ലാവരും ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ കോർണർ ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് A = 2r എന്ന് പറയാൻ പറ്റൂല അല്ലേ, കാരണം എന്താണ്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ 2r കൂടുതലായിരിക്കും A അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം, നമ്മൾ ചെയ്യുന്നത് ആദ്യം ഫേസിലുള്ള ഈ ഫേസിൻ്റെ ഒരു ഫേസ് നമ്മൾ എടുക്കുകയാണ്, എന്നിട്ട് ആ ഫേസിൻ്റെ ഡയഗണൽ കാണുകയാണ്. ഫേസിൻ്റെ ഡയഗണൽ കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഫേസ് = നമ്മൾ എൻ്റെ ഇൻ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഇത് A ആണ്, അതുപോലെ ഇതും എന്താണ്, A ആണ് അല്ലേ. ഇത് A ആണ്, ഇത് A ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഈ ഫേസിൻ്റെ ഡയഗണൽ = √2a എന്ന് കിട്ടും. √2a അതെങ്ങനെയാണ്, അതായത് ഈ
അതായത് രണ്ട് എഡ്ജിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് മറ്റേ എഡ്ജിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ. അതായത് റൂട്ട് 2a സ്ക്വയർ ആണ് ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടും. ഇതാണ് ഫേസ് ഡയഗണൽ. ഇനി നമുക്കറിയാം ഇവർ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്, അതായത് കോർണർ ആറ്റംസ് ബോഡി സെൻറ്റർ ആറ്റവുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് ആറിന് എങ്ങനെ എഴുതാം, നമ്മൾ ഈ ഒരു ബോഡി ഡയഗണൽ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിൽ ഗ്യാപ്പില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊരു ആറാണ്, ഇത് മറ്റൊരു ആറാണ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് ഇത് വേറൊരു ആറാണ്, അതായത് ഇത് മൊത്തം എന്താണ് 2r ആണ് അല്ലേ. അതുപോലെ ഇത് മറ്റൊരു ആറാണ് അല്ലേ. അപ്പോൾ 4r എന്ന് കിട്ടും. 4r ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം, 4r ആണ് ബോഡി ഡയഗണൽ അല്ലേ, 4r. ഇനി നമ്മൾ എൻ്റെ ടേംസിലാണ് ഈ ബോഡി ഡയഗണലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് റൂട്ട് 2a ആണ്. ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് 2a ആണ്. ഇതെന്താണ്, a ആണ്. ഇവരുടെ രണ്ടിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സം ആയിരിക്കും എന്ത്, സ്ക്വയേഴ്സിൻ്റെ സം എടുത്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ബോഡി ഡയഗണൽ കിട്ടും അല്ലേ. പൈതഗോറസ് തിയറം ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇത് ഫേസ് ഡയഗണലാണ്, ഇത് ഒരു എഡ്ജാണ്. ഇവരെ രണ്ടാളെയും വെച്ചിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും എൻ്റെ ടേംസിൽ അല്ലേ. അങ്ങനെ നമ്മൾ കണ്ടാൽ നമുക്ക് എന്താണ് കിട്ടുക, ഇത് റൂട്ട് 2a ആണ് അല്ലേ. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് ബോഡി ഡയഗണൽ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് കിട്ടുക, റൂട്ട് 2a ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. റൂട്ട് 2a ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 2a സ്ക്വയർ അല്ലേ, റൂട്ട് ഓഫ് 2a സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും ഈക്വൽ ടു റൂട്ട് 3a സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. റൂട്ട് 3a സ്ക്വയർ അതായത് റൂട്ട് 3a എന്ന് കിട്ടും. റൂട്ട് 3a ഈക്വൽ ടു 4r എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്തു, ആറിൻ്റെ ഇൻ ടേംസിൽ ബോഡി ഡയഗണലിനെ എഴുതി, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എൻ്റെ ഇൻ ടേംസിൽ എഴുതി, എന്നിട്ട് നമ്മൾ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് റൂട്ട് 3a ഈക്വൽ ടു 4r എന്ന് കിട്ടി. ഇതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിലുള്ള എഡ്ജ് ലെങ്ത്തും അതുപോലെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ. ഇനി അടുത്തത് ആരാണ്, ഫേസ് സെൻറ്റേർഡ് ആണ് അല്ലേ. ഫേസ് സെൻറ്റേർഡിൽ എന്താണ്, ഫേസിൻ്റെ ഡയഗണലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം ഇത് a ആണ്, അതുപോലെ ഇതും a ആണ്. ഇതെന്താണ്, ഫേസ് ഡയഗണലാണ്. അപ്പോൾ ഫേസ് ഡയഗണൽ നമ്മൾ എൻ്റെ ഇൻ ടേംസ് എഴുതാണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അതായത് റൂട്ട് 2a സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടും. ഇനി നമ്മൾ ആറിൻ്റെ ടേംസിലാണ് എഴുതണമെങ്കിലോ, ഇത് 6 ആണ്, അതുപോലെ തന്നെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് ഒരു 6 ആണ് അല്ലേ, റേഡിയസ് ആണ് പാർട്ടിക്കിളിൻ്റെ. ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് 2r ആണ്, ഇതും 6 ആണ്. അപ്പോൾ 4r മൊത്തം 4r എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണ് അങ്ങനെ നമുക്ക് ഫേസ് ഡയഗണലിനെ റേഡിയസിൻ്റെ ഇൻ ടേംസിൽ 4r എന്ന് എഴുതാൻ പറ്റും. എൻ്റെ ഇൻ ടേംസിൽ എഡ്ജ് ലെങ്ത്തിൻ്റെ ഇൻ ടേംസിലാണെങ്കിൽ ഇതിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ റൂട്ടിന് ഈക്വലാണ് എന്തെന്ന് പറയുന്നത്, പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റൂട്ട് 2a എന്ന് ഫേസ് ഡയഗണലിന് എൻ്റെ ഇൻ ടേംസിൽ കിട്ടും. അതുപോലെ 4r എന്ന് ആറിൻ്റെ റേഡിയസിൻ്റെ ഇൻ ടേംസിലും കിട്ടും. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് 4r ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടും അല്ലേ. 4r ഈക്വൽ ടു റൂട്ട് 2a. ഇതാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ എഡ്ജ് ലെങ്ത്തും അതുപോലെ തന്നെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഒന്നാമതായിട്ട് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ വ്യത്യസ്ത ടൈപ്സ് ഓഫ് സോളിഡ്സ് കണ്ടു. അയണിക് സോളിഡ്സ് ഉണ്ട്, മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്, കോവലന്റ് സോളിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, മെറ്റാലിക് സോളിഡ്സ് ഉണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ യൂണിറ്റ് സെല്ലിനെയും അതുപോലെ ക്രിസ്റ്റൽ ലാറ്റിസിനെയും ഡിഫൈൻ ചെയ്തു. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പം ടോട്ടൽ അറേഞ്ച്മെൻറ്റ് 3D അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. അതിലെ യൂണിറ്റ്സിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയാം. യൂണിറ്റ് സെല്ല് എല്ലാ ഡയറക്ഷനിലും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൊത്തം സ്ട്രക്ചർ കിട്ടുക, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുക അല്ലേ. പിന്നെ യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു, ABC എന്ന് പറയുന്ന എഡ്ജസ് ആണുള്ളത്, അതുപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന ആംഗിൾസുമാണുള്ളത്. ഈ എഡ്ജസിൻ്റെയും ആംഗിൾസിൻ്റെയും വ്യത്യസ്ത കോമ്പിനേഷനാണ് 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ്. ഇനി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് സെൽസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, പ്രിമിറ്റീവ് എന്നും സെൻറ്റേർഡ് എന്നും അല്ലേ. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ കോർണർ സൈറ്റിൽ മാത്രമേ ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. മറ്റേതിലാവുമ്പം ഒന്നുകിൽ ഫേസ് സെൻറ്ററിലോ
ബോഡി സെൻറ്ററിലൊക്കെ എന്തുണ്ടാവും പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും നമ്മൾ കണ്ടു. അതായത് കോർണർ ആറ്റംസ് 1/8 ആണ് ഒരു യൂണിറ്റ് സെല്ലിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഫേസ് സെൻറ്ററിലുള്ള ആറ്റം 1/2 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ബോഡി സെൻറ്ററിലുള്ള ആറ്റം 1 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടു. പിന്നീട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ യൂണിറ്റ് സെല്ലിലും എത്ര ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് എന്ന് കണ്ടു. അതായത് സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആണെങ്കിൽ അവിടെ 1 ആറ്റമാണ് ടോട്ടലായിട്ട് ഉണ്ടാവുക. കാരണം 8 കോർണേഴ്സിലും ഓരോന്നുണ്ടാവും. അപ്പോൾ അതിൽ ഓരോന്നും 1/8 ആണ് പ്രൊവൈഡ് ചെയ്യുക, ടോട്ടൽ 1 പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫേസ് സെൻറ്റേഡിലാണെങ്കിൽ കോർണേഴ്സിൽ അവിടെയുണ്ട്, അതുകൊണ്ട് കോർണർ ലാറ്റിസ് പ്രൊവൈഡ് ചെയ്യുന്ന 1 ആറ്റം. അതുപോലെ തന്നെ ഫേസ് സെൻറ്റേഡ് എന്ന് പറയുമ്പം അവിടെ 6 ഫേസസ് ഉണ്ട്, ഓരോ ഫേസസിലും 1/2 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന 3ഉം അതുപോലെ കോർണർ ആറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന 1ഉം കൂട്ടിയിട്ട് മൊത്തം 4 ആണ് ഉണ്ടാവുക അല്ലേ. ഇനി ബോഡി സെൻറ്ററിൻ്റെ കേസിലേക്ക് വരുമ്പം അവിടെയും കോർണർ ആറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോർണർ ലാറ്റിസ് സൈഡ്സ് 1 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബോഡി സെൻറ്ററിലുള്ള ലാറ്റിസ് 1 പ്രൊവൈഡ് ചെയ്യുന്നത്, രണ്ടും കൂടി കൂട്ടിയിട്ട് മൊത്തം 2 ആണ് കിട്ടുക അല്ലേ. പിന്നീട് നമ്മൾ എഡ്ജ് ലെങ്ത്തും അതുപോലെ റേഡിയസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിറൈവ് ചെയ്തത്. അതിന് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ റേഡിയസിൻ്റെയും അതുപോലെ എഡ്ജ് ലെങ്ത്തിൻ്റെയും ഇക്വേഷൻ ഉണ്ടാക്കി അവരെ രണ്ടിനെയും എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് അവർ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, അതായത് ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.